എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കുതിരപ്പുറത്ത് പോണ സീനൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതെ, ഇതിന്റെ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞു ഇതിലും നല്ലത് നമ്മളെ ചെയ്യാൻ ചെയ്യും. നമ്മളെ ചക്ക ഇതിലും കിടുന്നായിട്ട് ചെയ്യും. ഓനൊരു ഉറുപ്പ് ചെലവാക്കണ്ട, ഓന് ഷവായും മന്തിയും മേടിച്ചെടുത്ത് അതിന്റെ ഷൂട്ട് എന്തായാലും നടത്തിയത് ഏതോ അംഗനവാടിയിലാണെന്ന് എനിക്ക് ഉറപ്പാണ്. കുതിരയമ്മ പോണവരെയൊക്കെ കാണിച്ചു. അല്ല, ഇതിന് ഗ്രാഫിക്സ് എന്ന് പറഞ്ഞാൽ അപരാധം. ഗ്രാഫിക്സ് അപരാധം പോട്ടെ, ഇത് നടക്കുന്ന കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഏതോ കാലഘട്ടത്തിലാണ് നടക്കുന്നത്. മനസ്സിലായി, ഈ രാജാക്കന്മാര് രാജ്യം എന്നൊക്കെ പറഞ്ഞ കാലഘട്ടത്തിൽ അന്ന് ജോക്കിന്റെ ഷെഡ് ഉണ്ടോ? പുലികളിന്റെ ഇത്രയും കാലപ്പഴക്കമുള്ള അല്ല ജഡ്ഡിനെ ഇത്രയും പണ്ട് കാലത്തുണ്ടെന്നില്ല. ആ സമയത്ത് കോണകല്ലേ നോക്കുമ്പോൾ പുലികളിക്ക് ജഡ്ഡി ഉണ്ട്, പുലി ചാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തോന്നാണ് ഇത് എടുത്ത് ഫസ്സി പടത്തിന്റെ ഒരു ബേസിക് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു പ്ലോട്ട് അച്ഛൻ മകൻ സാധനം. അതിൽ തന്നെ റീഇൻകാർണേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് പുനർജന്മം സെറ്റപ്പിൽ എങ്ങനെയാണ് ഈ സാധനം വർക്കൗട്ട് ആവുന്നത് എന്നൊക്കെ ഉള്ളത് നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ട് ഒഴിവാക്കിയ ഐറ്റം അല്ലേ. എത്രയോ പടങ്ങൾ നമ്മൾ ഈ പുനർജന്മം റിലേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ സ്ക്രിപ്റ്റ് കണ്ട് മടുത്ത സ്ക്രിപ്റ്റ്, അതിനകത്ത് ഈ ഭക്തിയും കൂടിയും കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കും. ഈ ഭക്തി തന്നെ പുനർജന്മം സീനുകൾ നമ്മൾ എത്ര കണ്ടതാ. അപ്പൊ ഈ ഞാൻ ആലോചിക്കുന്ന ലാലേട്ടനെ പോലുള്ള ഒരു നടന് അതെങ്ങനെ സ്നേഹം. അതായത് ഈ സിനിമേന്റെ സ്ക്രിപ്റ്റിനകത്ത് തന്നെ ഇത് മൊത്തത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയിൽ പൊതിഞ്ഞ ഒരു ഡ്രാമയാന്നുള്ളത് അത് മനസ്സിലാവായിട്ടാണോന്ന് അറിയില്ല. ഫസ്റ്റ് ഹാഫ് മൊത്തം പോണത് മാത്രല്ല ആക്ഷൻ സീനൊക്കെ ഉണ്ടാവും. ലാലേട്ടൻ പൊരിഞ്ഞ് അടിക്കുന്ന ലാലേട്ടൻ അവിടെ കിടന്നിട്ട് നിന്ന് മെല്ലെ സ്റ്റെപ്പൊക്കെ എടുത്ത് അടിക്കുന്ന പോലെയൊക്കെ. അല്ല, ഇതില് ഫസ്റ്റ് ഹാഫ് മൊത്തം എങ്ങനെയാ പോകണറിയാം. പടത്തിന് ലാലേട്ടന് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ട്. ലാലേട്ടന്റെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഋഷഭ മഹാരാജാവ് എന്ന് പറഞ്ഞിട്ട്. ആ മഹാരാജാവിന്റെ ക്യാരക്ടറിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് വന്നപ്പോ തന്നെ മൂപ്പർ എന്തായി, ഞാൻ രാജാവായി എന്ന് വിചാരിച്ചിട്ട് പിന്നെ